മറ്റൊരു വിഷയത്തിലേക്ക് എത്തിയാൽ ഇന്ന് രാജ്യത്ത് മുഴുവൻ അവാർഡിന്റെ തിളക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പ്രഖ്യാപനം. ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും, കണ്ണൂർ സ്ക്വാഡ്, കാതൽ സിനിമകളിലെ വേഷങ്ങളിൽ മമ്മൂട്ടി മികച്ച നടനുള്ള സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മികച്ച നടിയാകാൻ ഉർവശിയും പാർവതിയും മത്സരരംഗത്തുണ്ട്. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, കേരളത്തിൽ അവാർഡ് തിളക്കം വെട്ടിത്തിളങ്ങാനിരിക്കുന്നു എന്ന് പറയാം. എന്തായാലും വെള്ളിത്തിരയിലെ താരങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ്. എങ്ങനെയാണ് സാധ്യതാ പട്ടികയും മറ്റുമുള്ളത്? ഫിജി, ഒരു കടുത്ത പോരാട്ടം തന്നെയെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കാരണം 2023 എന്ന വർഷവും അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ, മലയാള സിനിമയിൽ ഇറങ്ങുന്ന ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ, നമ്മുടെ താരങ്ങളുടെ അഭിനയമായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച നിരവധി സിനിമകളാണ് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച നായികയൊക്കെ തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ഒരു സങ്കീർണമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പലരിലേക്കും ഈ ഒരു പ്രതീക്ഷ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച നടൻ എന്ന ഒരു പട്ടികയിൽ പൃഥ്വിരാജും മമ്മൂട്ടിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയിലെ നജീബ് എന്ന കഥാപാത്രത്തെ അഭിനയിച്ച പൃഥ്വിരാജും അതുപോലെ തന്നെ കാതൽ, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിയും പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മോഹൻലാലിനും മമ്മൂട്ടിയും, അത് രണ്ടുപേർക്കും 6 വീതം അവാർഡുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് രണ്ടുപേരും. ഇത്തവണ മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുക എങ്കിൽ മലയാളം സിനിമയിൽ ഏറ്റവും അധികം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി എന്ന ഒരു പദവി അത് മമ്മൂട്ടിക്ക് സ്വന്തമാകുമെന്നതാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മമ്മൂട്ടി ഫാൻസ് ഒക്കെ തന്നെ അതിനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. കാതൽ, ജിയോ ബേബിയുടെ കാതൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു വ്യത്യസ്തമായ ആശയം, അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ, ഈ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു ആശയം കൊണ്ടുവന്ന സിനിമയായിരുന്നു. അതിലെ മാത്യു എന്ന ഒരു അഭിനയത്തിന് മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ഒക്കെ തന്നെ ലഭിക്കുകയും ചെയ്തതാണ്. മറ്റൊന്ന് കണ്ണൂർ സ്ക്വാഡിലെ അഭിനയത്തിനാണ്. ഈ 2 സിനിമകളും ആണ് മമ്മൂട്ടിക്കുള്ളത്. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ ചെയ്തതിൽ ഏറ്റവും മികച്ച ഒരു സിനിമ, ഒരു കഥാപാത്രമാണ് ആടുജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രം. വർഷങ്ങൾ നീണ്ട ഒരു പ്രയത്നത്തിലൂടെ വന്ന സിനിമയാണ്. അതിലെ അഭിനയമായാലും പൃഥ്വിരാജ് എന്ന നടൻ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, അത് ഫിസിക്കൽ എഫേർട്ട് വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യം കൂടിയാണ്. ഇവർ രണ്ടുപേരുമാണ് അന്തിമ പട്ടികയിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം നടത്തുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, മികച്ച നായിക ആരായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരേ സിനിമയിലെ 2 താരങ്ങൾ, ഒരേ സിനിമയിൽ അഭിനയിച്ച 2 പേർ തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ്. ഉർവശിയും അതുപോലെ തന്നെ പാർവതിയും. ഉള്ളൊടുക്കുന്ന സിനിമയിലെ ലളിതാമ്മയും മഞ്ജുവും തമ്മിലാണ് ഈ ഘട്ടത്തിൽ വലിയ മത്സരം നടക്കുന്നു എന്നത് പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത്. മറ്റ് അനശ്വര രാജൻ, നേരിലെ അഭിനയത്തിന് അനശ്വര രാജനും അതുപോലെ തന്നെ കല്യാണി പ്രിയദർശനും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് എന്നതും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, മികച്ച സിനിമ 2023 മലയാളത്തിലെ മികച്ച സിനിമ അത് ഏതായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനും കടുത്ത പോരാട്ടമാണ് സിനിമകൾ തമ്മിലും നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലായാലും അത്തരത്തിൽ വലിയ രീതിയിലൊരു പോരാട്ടം ഇത്തവണ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ സിനിമയായിരിക്കും വിജയിക്കുക എന്നത് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ മലയാള സിനിമയെ അതിന്റെ ഉന്നതിയിൽ എത്തിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് പ്രഖ്യാപനവും എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും വീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി തന്നെയായിരിക്കും. ഈ പ്രശസ്ത സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് ഈ വിജയികളെയൊക്കെ തന്നെ തെരഞ്ഞെടുക്കുക. ഇന്ന് 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്, 12 മണിക്ക് സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തുക. മറ്റ് ജൂറി അംഗങ്ങളെന്ന് പറയുന്നത് സംവിധായകരായ പ്രിയാനന്ദൻ, ഛായാഗ്രഹകൻ അളകപ്പനൻ, സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, അതുപോലെ തന്നെ എഴുത്തുകാരൻ NS മാധവൻ അടങ്ങുന്ന ഒരു ജൂറിയാണ് ഈ വിജയികളെയൊക്കെ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 160ഓളം സിനിമകളാണ് മത്സരത്തിനായിട്ട്
പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 50 ചുരുങ്ങിയിട്ടുണ്ട്. ഈ 50-ൽ നിന്ന് വേണം വിജയികളെ കണ്ടെത്തേണ്ടത്. അത് തന്നെ വലിയ രീതിയിലുള്ളൊരു സങ്കീർണമായ ഒരു കണ്ടെത്തൽ തന്നെ ആയിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച സിനിമകളും ഈ ഒരു മത്സര രംഗത്ത് ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ കഴക്കൂട്ടത്തുള്ള ആസ്ഥാനത്തുള്ള 2 തിയേറ്ററുകളിലായാണ് ഇപ്പോൾ പ്രദർശനം നടക്കുന്നത്. അന്തിമ സ്ക്രീനിങ്ങുകൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും ഇതിനോടകം തന്നെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും 12 മണിക്ക് 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. ആരായിരിക്കും മികച്ച നടൻ, മികച്ച നായിക, ആരായിരിക്കും മികച്ച സിനിമ, 2023 മികച്ച സിനിമ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മന്ത്രി സജി ചെറിയാൻ 12 മണിക്ക് തിരുവനന്തപുരത്ത് നടത്തും. ശരി, സൂര്യ പറഞ്ഞപ്പോൾ ഈ ഒരു കൗതുകം, ആവേശമൊക്കെ കൂടുന്നുണ്ട്. മലയാള സിനിമയിലെ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് എല്ലാവരും മിന്നിത്തിളങ്ങുന്നു. പക്ഷേ അതിൽ പുരസ്കാര ജേതാവാകുക ആരായിരിക്കും, ജേതാക്കളാകുക ആരൊക്കെയാകും എന്നുള്ളത് നമ്മൾ 12 മണി വരെ കാത്തിരിക്കേണ്ടി വരും. മറ്റൊന്ന്, ദേശീയ തലത്തിൽ